Hello friends, welcome back to Hair Dots. Little, a little, the little, few, a few, the few. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇവ സെന്റൻസസിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. സോ ആസ് യൂഷ്വൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാകാതെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇവ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവ്സ് ആണ്. അതുപോലെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇവ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവ്സ് ആണ്. ഇനി എന്താണ് അൺകൗണ്ടബിൾ നൗൺസും കൗണ്ടബിൾ നൗൺസും? നൗൺസ് എന്താണെന്ന് നമുക്കറിയാം. നൗൺ ഇസ് എ നെയിമിംഗ് വേർഡ്, അതായത് എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗണിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, അല്ലെങ്കിൽ ജെൻഡർ അഥവാ ലിംഗം അനുസരിച്ച്, ഇപ്പം സ്ത്രീലിംഗം, പുല്ലിംഗം എന്നൊക്കെ പറയുന്ന പോലെ ഫെമിനൈൻ ജെൻഡർ അല്ലെങ്കിൽ മാസ്കുലിൻ ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നൗണിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു രീതിയാണ് കൗണ്ടബിൾ നൗൺസ് എന്നും അൺകൗണ്ടബിൾ നൗൺസ് എന്നും. എന്താണ് കൗണ്ടബിൾ നൗൺസ്? Anything that can be counted. It can be people, animals, places, things or ideas. Anything that can be counted. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. അതെന്തൊക്കെ ആകാമെന്നാണ് പറയുന്നത്? പീപ്പിൾ ആകാം, ആനിമൽസ് ആകാം, പ്ലേസസ് ആകാം, തിങ്സ് അല്ലെങ്കിൽ വസ്തുക്കളാകാം, അല്ലെങ്കിൽ ഐഡിയാസ് അതോ അല്ലെങ്കിൽ ആശയങ്ങളാകാം. ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് കൗണ്ടബിൾ നൗൺസിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് ആണ് പെൻ, man, bus, table, watch, clock, ആപ്പിൾ, ഓറഞ്ചസ്, ഡോഗ്സ് എറ്റ്സെട്ര. ഇതിൽ ലാസ്റ്റ് രണ്ട് എക്സാമ്പിൾസ്, അതായത് ഓറഞ്ചസ്, ഡോഗ്സ്, ഇവ രണ്ടും പ്ലൂറൽ ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളവയെല്ലാം സിംഗുലർ ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ ഓർ സിംഗുലർ. കൗണ്ടബിൾ നൗൺസ് പ്ലൂറലും ആകാം, സിംഗുലറും ആകാം. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലൂറലായിട്ടാണ് സെൻറ്റൻസിൽ കൗണ്ടബിൾ നൗൺസ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു പ്ലൂറൽ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ സിംഗുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളൊരു സിംഗുലർ വെർബായിരിക്കണം സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് അൺകൗണ്ടബിൾ നൗൺസ്? എനിത്തിങ് ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ്, ദേ ആർ ഓൾവേസ് സിംഗുലർ. കനോട്ട് ബി കൗണ്ടഡ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തവയെ അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്തവയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാറുള്ളത്. അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ദേ ആർ ഓൾവേസ് സിംഗുലർ. അവരെപ്പോഴും സിംഗുലർ ഫോമിലായിരിക്കും സെൻറ്റൻസസിൽ വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ലവ്, അഡ്വൈസ്, മ്യൂസിക്, റൈസ്, ഷുഗർ, വാട്ടർ, മണി, ഫേർണിച്ചർ, ബ്രെഡ്. ഇവയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവയെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്താറുള്ളത്. എന്തുകൊണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളിപ്പോൾ പറയാറുണ്ടോ 1 ലവ്, 2 ലവ്, 3 ലവ്, അല്ലെങ്കിൽ 1 മ്യൂസിക്, 2 മ്യൂസിക്, അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. പിന്നെ റൈസ്, ഷുഗർ, വാട്ടർ ഇവയൊക്കെ ഡൗട്ട് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ റൈസ് എന്ന് പറഞ്ഞാൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, പക്ഷെ നമ്മൾ ഇതിനെ കൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് 1 kg റൈസ് അല്ലെങ്കിൽ 2 kg റൈസ് അല്ലെങ്കിൽ 2 kilograms ഓഫ് ഷുഗർ, അതും അല്ലെങ്കിൽ 2 glasses ഓഫ് വാട്ടർ, 3 glasses ഓഫ് വാട്ടർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെഷർമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവയെ കൗണ്ടബിൾ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ വരുന്നൊരു ഡൗട്ടാണ് ബ്രെഡ് എന്നുള്ളത്. ബ്രെഡ് പെട്ടെന്ന് മൈൻഡിൽ നമുക്കതൊരു കൗണ്ടബിൾ നൗൺ അല്ലേ എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആണ്. അത് കൗണ്ടബിൾ ആകുന്നത് നമ്മളിപ്പോൾ ഒരു പീസ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ ലോഫ് ഓഫ് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഒരു കഷ്ണം ബ്രെഡ് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ഫോമിലേക്ക് മാറി. അല്ലെങ്കിൽ 2 pieces ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ ഫോമിൽ പ്ലൂറലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഫേർണിച്ചർ. ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫേർണിച്ചർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ അത് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. കാരണം എക്സാംസിന് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയയാണിത്. പിന്നെ വരുന്നത് മണി. മണി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ ഇത് എപ്പോഴാണ് കൗണ്ടബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ റുപ്പീസ് അല്ലെങ്കിൽ ഡോളർ അങ്ങനെ കറൻസി നെയിം എടുത്തു പറയുമ്പോൾ നമുക്ക് ഇതിനെ കൗണ്ടബിൾ ഫോമിൽ പറയാനായിട്ട് സാധിക്കും. ഇവയുടെ അർത്ഥം മലയാളത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ലിറ്റിൽ, ഫ്യൂ ഇവയ്ക്ക് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്, അതായത് തീരെയില്ല. ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ ലിറ്റിലും ഫ്യൂ രണ്ട് വേർഡ്സും ഉപയോഗിക്കാറുള്ളത്, രണ്ട് ആഡ്ജക്റ്റീവ്സും ഉപയോഗിക്കാറുള്ളത്. പിന്നെ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അൺകൗണ്ടബിൾ നൗൺസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ലിറ്റിൽ ഉപയോഗിക്കും. കൗണ്ടബിൾ നൗൺസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിൽ ഫ്യൂ ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്തത് എ ലിറ്റിൽ, എ ഫ്യൂ ഇവയ്ക്ക് രണ്ടിനും ഒരേ അർത്ഥമാണ്, അല്പം അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെയുള്ളൊരു
പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ എ ലിറ്റിലും എ ഫ്യൂ രണ്ട് വേർഡ്സും ഉപയോഗിക്കാറുള്ളത്, രണ്ട് ആഡ്ജക്റ്റീവ്സും ഉപയോഗിക്കാറുള്ളത്. പിന്നെ അൺകൗണ്ടബിൾ ആണെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും, കൗണ്ടബിൾ ആണെങ്കിൽ എ ഫ്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ ദ ലിറ്റിൽ ദ ഫ്യൂ, അതിൻ്റെ മീനിങ് ഉള്ളത് അത്രയും, അതായത് അല്പമുണ്ട് അത് അത്രയും എന്നുള്ള സെൻസിലാണ് നമ്മൾ ദ ലിറ്റിൽ ദ ഫ്യൂ ഈ രണ്ട് ആഡ്ജക്റ്റീവ്സും ഉപയോഗിക്കാറുള്ളത്. ഇനി അത് സെൻറ്റൻസസിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദി പോട്ട്, അതായത് കുടത്തിൽ തീരെ വെള്ളം അവശേഷിക്കുന്നില്ല. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. മാത്രമല്ല വാട്ടർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ലിറ്റിൽ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂ സ്റ്റുഡൻസ് അറ്റൻഡഡ് ദി ക്ലാസ്, അതായത് വിദ്യാർത്ഥികൾ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ഇതും ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട്, അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ അവിടെ ഫ്യൂ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദി പോട്ട്, അതായത് കുടത്തിൽ അല്പം വെള്ളമുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ് നമ്മളവിടെ അല്പം, കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ എ ലിറ്റിൽ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചത്. അടുത്ത സൈഡിൽ നോക്കിയാൽ എ ഫ്യൂ സ്റ്റുഡൻസ് അറ്റൻഡഡ് ദി ക്ലാസ്, അതായത് കുറച്ച് വിദ്യാർത്ഥികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവിടെയും സ്റ്റുഡൻസ് എന്നുള്ളത് കൗണ്ടബിൾ ആയതുകൊണ്ടാണ് നമ്മളവിടെ കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ എ ഫ്യൂ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചത്. നെക്സ്റ്റ് വൺ ദ ലിറ്റിൽ വാട്ടർ ഇൻ ദി പോട്ട് വാസ് യൂസ്ഡ് ബൈ ഹിം, അതായത് കുടത്തിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം അദ്ദേഹം ഉപയോഗിച്ചു. ഓക്കെ, ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അവിടെയും വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ് ദ ലിറ്റിൽ, അതായത് ഉള്ളത് അത്രയും, ഉണ്ടായിരുന്ന അത്രയും എന്നുള്ള സെൻസിൽ ഓക്കെ ദ ലിറ്റിൽ എന്നുള്ള ആഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ദ ഫ്യൂ സ്റ്റുഡൻസ് ഹു കെയിം ടു ക്ലാസ് ലെഫ്റ്റ് ഏർലി, അതായത് ക്ലാസ്സിൽ വന്ന കുറച്ച് കുട്ടികൾ നേരത്തെ പോയി എന്നാണ്. അതായത് വന്ന അത്രയും കുട്ടികൾ നേരത്തെ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ആ അത്രയും അല്ലെങ്കിൽ വന്ന അത്രയും അല്ലെങ്കിൽ ഉള്ള അത്രയും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ദ ഫ്യൂ എന്നുള്ള നമ്മൾ ആഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റുഡൻസ് ആണ് അവിടെ കൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മളവിടെ ദ ലിറ്റിൽ ഉപയോഗിക്കാതെ ദ ഫ്യൂ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ചില അൺകൗണ്ടബിൾ നൗൺസ് പ്ലൂറലായിട്ട് ഉപയോഗിക്കാറുണ്ട്, അവയ്ക്ക് സിംഗുലർ ഫോംസ് ഇല്ല. അങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ആണ് ഗ്രോസറീസ്, ആംസ്, പോലീസ്, ഗുഡ്സ് എറ്റ്സെട്ര. ടോപ്പിക്കിൽ റിലവൻ്റ് അല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ എടുത്തു പറയാറുന്നത്. ഈ അൺകൗണ്ടബിൾ നൗൺസ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ എ തീഫ്. ഇവിടെ പോലീസ് എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അറ്റ് ദ സെയിം ടൈം അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മളവിടെ ആർ എന്നുള്ള ഓക്സിലറി വെർബ്, പ്ലൂറൽ വെർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ടോപ്പിക്കിലുള്ള കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുവാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.